അമ്മയും മകനും പോലീസ് സ്റ്റേഷന് മുന്നിൽ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വാസ്തു തർക്കത്തെ തുടർന്ന് എസ്ഐ മകനെ തല്ലിയതിൽ പ്രതിഷേധിച്ച് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് നാടകീയമായ സംഭവം നടന്നത്. ആറ്റിങ്ങൽ വേളാർകുടി സ്വദേശിനി 52-കാരിയായ വിജയമ്മയും മകൻ രാജേഷുമാണ് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൈയുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അയൽവാസിയുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഇവരെ സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. തന്റെ മുന്നിൽ വെച്ച് തന്റെ മകനെ സബ് ഇൻസ്പെക്ടർ ക്രൂരമായി മർദ്ദിച്ചതായി വിജയമ്മ പറയുന്നു. ഇതിൽ മനംനൊന്താണെതിരെ വിജയമ്മ കൈത്തണ്ട മുറിച്ചത്. നീയാണോ പ്രശ്നക്കാരൻ? എസ് ഐ വിജയരാഘവൻ എന്നാണ് പേര്, ആറ്റിങ് എസ് ഐ. നീയാണോ പ്രശ്നക്കാരൻ? ഞാൻ സാറേ ഇത് ഇങ്ങനെയാണ് എന്റെ തള്ളയെ കുറെ ഇവർ തമ്മിലുള്ള കേസാണ്. എന്റെ തള്ളയെ കുറെ നാളുകൊണ്ട് ശല്യപ്പെടുത്തണം, പറഞ്ഞ് വിലക്കേറ്റ് അവിടെ സാർ പറഞ്ഞ സത്യാവസ്ഥ അവിടെ വന്ന് രഹസ്യമായിട്ട് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ നീ ഉഷ പള്ളു വിളിച്ച താഴത്തെ ഒരു പെണ്ണുമ്പോൾ ഈ പോയിൽ ഇവന് സപ്പോർട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊള്ളാലോ, 10-40 വർഷം നമ്മൾ കിടക്കണം, നമ്മൾ ആരൊക്കെ ശല്യമില്ലാതെ നമ്മളെ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നിട്ട് നിങ്ങൾ നമ്മളെ പേര് പറഞ്ഞു കൊടുക്കണം ചോദിച്ചോളൂ. വള്ളമൊന്നും വിളിച്ചില്ല. ഈ പെണ്ണുമ്പളെ പള്ളു വിളിച്ചാൽ എസ് ഐ ഇങ്ങനെ ഒരു ഇടി ഇടിക്കുമ്പോൾ എൻ്റെ അമ്മ സത്യം മറ്റേ മുതുവാണെങ്കിൽ അങ്ങ് പോയി വിശന്നും കൂടെ നിൽക്കുകയാണ്. ഉടനെ കഷണ്ടി പോലീസുകാരൻ ബാക്കിയിരിക്കുകയായിരുന്നു. ഒറ്റ ഇടി ഇങ്ങനെ 3 ഇടി, പിന്നെ 1 മുറ ഇടിച്ചപ്പോൾ ഞാൻ വേദന കാരണം ഞാൻ ഡോറിൻ്റെ അടുത്താണ് നിന്ന. ഞാൻ വെളിച്ചാടി ഞാൻ 2 വിളി വിളിച്ചു. അയ്യോ സഹിക്കാൻ സഹിക്കാം. അപ്പം ഒരു പോലീസുകാരൻ പറഞ്ഞു നിന്നെ ഇടിച്ചില്ലല്ലോ, ഇടിച്ച സൗണ്ടൊന്നും കേട്ടു. ഞാൻ പറഞ്ഞു സാറേ മൈക്ക് വെച്ചാണ് സാറേ ഒരു മനുഷ്യരെ ഇടിക്കണം, എല്ലാവരും ലോകം മുഴുവൻ കേൾപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാറേ ഇനി സ്റ്റേഷനിൽ ഒന്നും വരില്ല, നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോവേണ്ടെന്ന് പറഞ്ഞു. യവന്റെ മുമ്പിൽ വന്നിട്ട് കാണാം യവന്റെ പെടലിക്ക് ഒരു അടി കൊടുത്ത് 2 പേര് അപ്പുറവും ഇപ്പുറവും നിന്ന് എന്റെ മുമ്പിൽ വെച്ച് അടിച്ചപ്പോഴാണ് ഞാൻ ബ്ലേഡ് കൊണ്ടുപോയി. എനിക്കറിയായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ അവിടെ വെച്ച് ഞരമ്പ് അങ്ങ് കണ്ടിച്ച് എന്റെ കയ്യിൽ ഞരമ്പ് കണ്ടിച്ചപ്പോ അങ്ങ് നിർത്തി, അപ്പോഴങ്ങ് നിർത്തി. ഇതിനിടെ ഇതറിഞ്ഞ മകനും കൈത്തണ്ട ഏർത്തു. ഒടുവിൽ ഇരുവരെയും പോലീസ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി.